റെഡ്മിക്ക് വൻ തിരിച്ചടിയായിക്കൊണ്ട് റിയൽമിയുടെ 8 സീരീസ് ഇപ്പോൾ ഏകദേശം ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റിയൽമി 8 സീരീസിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്ത റെഡ്മിയുടെ നോട്ട് 10 സീരീസിന് വൻ കോമ്പറ്റീഷൻ ആയിക്കൊണ്ടാണ് ഇപ്പോൾ റിയൽമിയുടെ 8 സീരീസ് ഏകദേശം ലോഞ്ച് ചെയ്യാൻ പോവുകയാണെന്നുള്ള ഒരു അപ്ഡേറ്റ് ഇപ്പോൾ വന്നിട്ടുള്ളത്. റിയൽമി 7ൻ്റെയും 7 പ്രോയുടെയും നെക്സ്റ്റ് ജനറേഷൻ ആയിട്ടാണ് 8ഉം 8 പ്രോ രണ്ട് ഫോണുകളാണ് ഇപ്പോൾ റിയൽമി ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. റിയൽമി 8ൻ്റെ സ്പെക്സ് നോക്കുകയാണെങ്കിൽ 6.4 ഇഞ്ചിൻ്റെ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആയിട്ടാണ് ഈ ഫോൺ വരുന്നത്. 60 ഹെർട്സിൻ്റെ ആണ് റിഫ്രഷ് റേറ്റ്. കുഴപ്പമില്ലാത്തൊരു ബെറ്റർ ഡിസ്പ്ലേ ആണെന്ന് തന്നെ നമുക്ക് ഈ ഒരു കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ പറയാൻ കഴിയും. മീഡിയ ടെക്കിൻ്റെ G95 എന്ന് പറയുന്ന ഒരു പ്രോസസ്സറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ബെറ്റർ ആയിട്ടുള്ളൊരു പ്രോസസ്സർ തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. ഈ ഫോണിൽ 64 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് വരിക എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. 5000 mAh നല്ലൊരു വലിയ ബാറ്ററിയും 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും ആയിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഡീസൻ്റ് ആയിട്ടുള്ളൊരു സ്പെസിഫിക്കേഷൻസൊക്കെ വരുന്നൊരു വളരെ ചെറിയൊരു പ്രൈസിലേക്ക് വരുന്നൊരു ഫോൺ തന്നെ ആയിരിക്കും ഈ ഫോൺ. ഇതിൻ്റെ 4GB റാം വേരിയൻറ്റിന് 12,999 രൂപയാണ് വില വരുന്നത്. ഇതിൻ്റെ 6GB 128GB വേരിയൻറ്റിന് 14,999 രൂപയാണ് വില വരുന്നത്. റെഡ്മിയുമായിട്ട് നോക്കുമ്പോൾ ഏകദേശം ചെറിയൊരു 1000 രൂപ ഡിഫറൻസ് ഒക്കെ വരുന്നുള്ളൂ. എന്നാലും രണ്ട് ഫോണുകളിലും ബെറ്റർ എന്നൊന്നും പറയാൻ പറ്റില്ല. ഏകദേശം സെയിം സ്പെക്സൊക്കെ തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ ഏകദേശം ഫിക്സ് ചെയ്തിട്ടൊന്നുമില്ല. എന്തായാലും വൈകാതെ തന്നെ ഈ ഫോണ് ഇന്ത്യയിലേക്ക് എത്തുന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ അടുത്ത വേരിയൻ്റ് ആയിട്ടുള്ള 8 പ്രോ നോക്കുകയാണെങ്കിൽ 6.55 ഇഞ്ചിൻ്റെ സൂപ്പർ AMOLED ഡിസ്പ്ലേയും 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും ആയിട്ടാണ് ഈ ഫോൺ വരുന്നത്. നല്ലൊരു റിഫ്രഷ് റേറ്റൊക്കെ വരുന്ന ഒരു ഫോൺ തന്നെ ആയിരിക്കും ഇത്. ഈ ഫോണിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറും കൊടുത്തിട്ടുണ്ട്. 108 മെഗാ പിക്സലിൻ്റെ ആണ് ഈ ഫോണിൽ വരുന്ന മെയിൻ ക്യാമറ. ഇത് പ്രോ മാക്സ് റെഡ്മിയുടെ നോട്ട് 10 പ്രോ മാക്സിലും 108 മെഗാ പിക്സലിൻ്റെ ക്യാമറയൊക്കെയാണ് വരുന്നത്. അതൊരു 20,000 പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണാണ്. പിന്നെ സ്നാപ്ഡ്രാഗൻ്റെ 730G ആണ് ഈ ഫോണിൽ വരുന്ന പ്രൊസസ്സർ. മറ്റ് റെഡ്മി നോട്ട് 10നെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ രണ്ട് ഫോണുകളിലും 5G സപ്പോർട്ട് ചെയ്യുന്നില്ല. ഒരു 4G പ്രൊസസ്സറൊക്കെ തന്നെയാണ് ഈ ഫോണിലും കൊടുത്തിട്ടുള്ളത്. 730G ആണ് ഇതിൽ വരുന്നത്. 4500 mAh ബാറ്ററിയും 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും ആയിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൻ്റെ 6GB 128GB വേരിയൻറ്റിന് 18,999 രൂപയാണ് വില വരുന്നത്. പ്രോ മാക്സിന് ഇതേ സെയിം സ്പെക്സൊക്കെ വരുന്ന ഫോണിന് 20,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് കഴിഞ്ഞ ദിവസം റെഡ്മി ലോഞ്ച് ചെയ്തത്. എന്തായാലും രണ്ട് ബ്രാൻഡുകളിൽ നിന്നും രണ്ടും സെറ്റ് ഫോൺ തന്നെയാണ്. വലിയ എടുത്തു പറയാൻ പറ്റുന്ന മാറ്റങ്ങളൊന്നും രണ്ട് ഫോണിലും കൊടുത്തിട്ടില്ല. ഇനി എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ റിയൽമി ഫോണും ആ ബ്രാൻഡും ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ റിയൽമി എടുക്കുക. ഇനി റെഡ്മിയാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ ആ ഫോണും എടുക്കാവുന്നതാണ്. രണ്ട് ഫോണുകളിലും ഏകദേശം സെറ്റ് സ്പെസിഫിക്കേഷൻസ് തന്നെയാണ് ഈ പ്രാവശ്യം കൊടുത്തിട്ടുള്ളത്. ഈ രണ്ട് ഫോണുകളിൽ നിങ്ങൾ ഏത് ഫോൺ ചൂസ് ചെയ്യുമെന്ന് വെച്ചാൽ ഒന്ന് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക.